ദൈവവചന പഠനത്തിലേക്ക് അവർക്കും സ്വാഗതം. യൂദായുടെ ലേഖനം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ. ലോകത്തിൽ ധാരാളം എഴുത്തുകാരുണ്ട്. എഴുതുവാൻ വിഷയങ്ങൾക്ക് പഞ്ഞമൊന്നുമില്ല. രാഷ്ട്രീയം, ശാസ്ത്രം, ചരിത്രം, ആരോഗ്യം, സമ്പത്ത്, വിദ്യാഭ്യാസം, സാമൂഹിക പ്രശ്നങ്ങൾ, കുടുംബം, മനുഷ്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട അനേകം വിഷയങ്ങളെക്കുറിച്ച് ആളുകൾ എഴുതാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഇവയിൽ പലതും ആവശ്യവും പ്രയോജനകരവുമാണ്. എന്നാൽ ഈ എഴുത്തുകൾ കൊണ്ടൊന്നും പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം, അത് മനുഷ്യജീവിതത്തിൻ്റെ കാതലായ പ്രശ്നം തന്നെയാണ്. മനുഷ്യൻ്റെ കാതലായ ആ പ്രശ്നം പാപം എന്നുള്ളതാണ്. അതിന് പരിഹാരം നൽകുന്ന ഒരു സന്ദേശം, ഒരു ദൂത്, അതാണ് രക്ഷയുടെ സന്ദേശം. അതിനെക്കുറിച്ച് എഴുതുവാനാണ് ലേഖനകർത്താവ് തൻ്റെ തൂലിക കയ്യിലെടുത്തത്. പൊതുവായ രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ഞാൻ സകല പ്രയത്നവും ചെയ്യുന്നു. എഴുത്ത് പ്രയത്നം ചെയ്യേണ്ട ഒന്നാണ്. അത് ശക്തിയാലല്ല, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉപയോഗിച്ച് ദൈവം തനിക്ക് തന്ന പ്രാപ്തിയും വെളിപ്പാടും ഉപയോഗിച്ച്, അതാണ് അവിടുത്തെ പ്രയത്നം എന്ന് പറയുന്നത്. എഴുതണമെങ്കിൽ ദൈവം പ്രാപ്തി കൊടുക്കണം, ദൈവജ്ഞാനം നൽകണം, വചന വെളിപ്പാടുകൾ ഉണ്ടാകണം, അതിന് സമയം കണ്ടെത്തണം, സമർപ്പണം വേണം. ഇതൊക്കെയാണ് ഈ അപ്പോസ്തലൻ താൻ എഴുതുവാൻ വേണ്ടി പ്രയത്നിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. രക്ഷയെക്കുറിച്ച് എഴുതണം. എന്തുകൊണ്ടാണ് നാം ഈ കാലങ്ങളിൽ രക്ഷയെക്കുറിച്ച് എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമായിരിക്കുന്നത്? ഭക്ഷണം വേണം, വീട് വേണം, വിദ്യാഭ്യാസം വേണം, ആരോഗ്യം വേണം, സംരക്ഷണം വേണം, സ്നേഹം വേണം. ഇതൊക്കെ മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളാണ്. എന്നാൽ ഇതെല്ലാം ഉണ്ടായാലും മനുഷ്യൻ്റെ അടിസ്ഥാന ആത്മീയ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ അവൻ്റെ ഏറ്റവും വലിയ ആവശ്യം നിറവേറ്റപ്പെട്ടില്ല എന്നാണ് അർത്ഥം. അതുകൊണ്ട് യേശു ചോദിച്ചത്, ഒരു മനുഷ്യൻ ലോകവും നേടുകയും തൻ്റെ ജീവനെ, ആത്മാവിനെ നഷ്ടപ്പെടുത്തുകയും ചെയ്താൽ ആ മനുഷ്യന് എന്താണ് പ്രയോജനം? മത്തായി സുവിശേഷം 16:26 ഇവിടെ മുൻഗണനകൾ എന്താണെന്ന് വ്യക്തമാണ്. നിനക്ക് എന്തും നേടുവാൻ കഴിയും, എന്നാൽ നിൻ്റെ ആത്മാവിനെക്കുറിച്ച് നിനക്ക് എന്താണ് പറയുവാനുള്ളത്? അതുകൊണ്ട് രക്ഷയെക്കുറിച്ച് സംസാരിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ അനിവാര്യമായിരിക്കുന്നു. രക്ഷിക്കപ്പെട്ട ഓരോ ദൈവമക്കളും അതൊരു ദൗത്യമായി, നിയോഗമായി ഏറ്റെടുക്കണം. എഴുതുവാൻ പ്രാപ്തി ലഭിച്ചവർ എഴുതട്ടെ. പ്രസംഗിക്കുവാൻ കഴിവ് ലഭിച്ചവർ രക്ഷയെക്കുറിച്ച് പ്രസംഗിക്കട്ടെ. രക്ഷയെക്കുറിച്ച് എഴുതേണ്ടതിൻ്റെ കാരണം, മനുഷ്യൻ നഷ്ടപ്പെട്ടവനാണ്, കാണാതെ പോയ ആടിനെ പോലെയാണ്. ലൂക്കോസ് 19:10 കാണാതെ പോയതിനെ അന്വേഷിച്ച് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. നഷ്ടപ്പെട്ടവനാണ് മനുഷ്യൻ. അവന് തേടി രക്ഷകനെ ആവശ്യമുണ്ട്. 2, രക്ഷയെക്കുറിച്ച് എഴുതേണ്ടതിൻ്റെ അനിവാര്യത, പാപം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. റോമർ 3:23. ഇവിടെ ശ്രദ്ധിക്കണം, എല്ലാവരും എന്നുള്ള പദം. അതുകൊണ്ട് രക്ഷ ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമുള്ള സന്ദേശമല്ല, പൊതുവായ രക്ഷ എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. എല്ലാവരും പാപികൾ ആയതുകൊണ്ട് എല്ലാവർക്കും രക്ഷ വേണം, എല്ലാവർക്കും രക്ഷകനെ വേണം. ആ രക്ഷകൻ ആരാണ്? അത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. അതുകൊണ്ട് രക്ഷയെക്കുറിച്ചുള്ള സന്ദേശങ്ങളൊന്നും മനുഷ്യൻ്റെ ജീവിതത്തെ കുറ്റപ്പെടുത്താനുള്ള പ്രസംഗങ്ങളല്ല, മറിച്ച് ദൈവം സമാധാനത്തിൻ്റെ വഴി തുറന്നു കൊടുക്കുന്ന സന്ദേശങ്ങളാണ്. രക്ഷയെക്കുറിച്ച് പ്രസംഗിക്കേണ്ടതിൻ്റെ മറ്റൊരു കാര്യം, അത് ദൈവം ഒരുക്കിയ മാർഗം ആയതുകൊണ്ടാണ്. മനുഷ്യന് സ്വയമേ രക്ഷിപ്പാൻ കഴിയത്തില്ല എന്ന് ബൈബിൾ പ്രഖ്യാപിക്കുന്നു.
ദൈവം ലോകത്തെ സ്നേഹിച്ചു, തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. രക്ഷയുടെ സന്ദേശം അതാണ്. ദൈവത്തിൻ്റെ കൃപയാലാണ് രക്ഷ, ദൈവത്തിൻ്റെ സ്നേഹമാണ് രക്ഷ. അതുകൊണ്ട് രക്ഷയെക്കുറിച്ച് എഴുതുമ്പോൾ ക്രിസ്തുവിനെക്കുറിച്ച് എഴുതണം, പ്രസംഗിക്കണം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരുത്തനിലും രക്ഷയില്ല, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. അതുകൊണ്ട് രക്ഷയെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ, എഴുതുമ്പോൾ രക്ഷകനെ മറക്കരുത്, ക്രൂശിനെ മറക്കരുത്. ക്രൂശിക്കപ്പെട്ട യേശുക്രിസ്തുവിനെ ആകുന്നു ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ലോകത്തിലെ പല സന്ദേശങ്ങളും ഇതിനേക്കാൾ ആകർഷകമായിട്ട് തോന്നിയേക്കാം. എന്നാൽ പാപിയെ രക്ഷിക്കുന്നത് ക്രൂശിൻ്റെ സന്ദേശമാണ്. പാപം ഗൗരവമുള്ളതാണ്, ദൈവത്തിൻ്റെ സ്നേഹം ശ്രേഷ്ഠമേറിയതാണ്. മനുഷ്യന് ഒരിക്കലും തന്നെ രക്ഷിക്കുവാൻ കഴിയുകയില്ല. ക്രിസ്തുവാണ് രക്ഷകൻ. രക്ഷയെക്കുറിച്ച്, പൊതുവായ രക്ഷയെക്കുറിച്ച് എഴുതുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യാശയെക്കുറിച്ച് എഴുതുക എന്നുള്ളതാണ്. നമുക്ക് വായിച്ച തിരുവെഴുത്തിലേക്ക് വരുമ്പോൾ പൊതുവായ രക്ഷയെക്കുറിച്ച് എഴുതുവാൻ ഞാൻ സകല പ്രയത്നവും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. രക്ഷ പൊതുവായിട്ടുള്ളതാണ്. ലോകത്തിലുള്ള ഏത് ഭാഷക്കാർക്കും, വംശങ്ങൾക്കും, ജാതികൾക്കും, ഗോത്രങ്ങൾക്കും ബാധകമാണ് രക്ഷ. രക്ഷ ഒരു സഭയുടെയോ ഒരു സമൂഹത്തിൻ്റെയോ ഒരു വിഭാഗത്തിൻ്റെയോ മാത്രം കുത്തകയല്ല. രക്ഷ സാർവത്രികമാണ്, രക്ഷ പൊതുവാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ പദം പൊതുവായ രക്ഷ എന്ന് പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധ പിതാവേ, പൊതുവായ രക്ഷയെക്കുറിച്ച് എഴുതുവാനും പ്രസംഗിപ്പാനും കഴിഞ്ഞ കാലങ്ങളിൽ അനേകരെ അവിടുന്ന് സഹായിച്ചു. അത് കേൾക്കുവാൻ അനേകരെ ഒരുക്കണം. ഇനിയും ഈ രക്ഷയെക്കുറിച്ച് വിളംബരം ചെയ്യുവാൻ അനേകരെ എഴുന്നേൽപ്പിക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.